വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കായി സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. അല്പസമയത്തിനകം പ്രവേശനോത്സവം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളും ഇന്ന് പ്രവേശനോത്സവത്തിനായിട്ട് ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ദുഃഖങ്ങളെ ചവിട്ടിക്കടന്നു വന്ന കുട്ടികളാണ് ഇന്ന് അവിടെ എത്തുന്നത്. അതിജീവനത്തിൻ്റെ പാതയിലൂടെയാണ് ഈ കുട്ടികൾ സഞ്ചരിക്കുന്നത്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ, പറയൂ വിശദാംശങ്ങൾ. ഇതാ പുനഃപ്രവേശനോത്സവം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്നതിന്റെ ഉദ്ഘാടനം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തിനാ കരയുന്നത്? ഇവരൊക്കെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായിരുന്ന ദുരന്ത ബാധിതരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അങ്ങനെ 546 കുട്ടികളാണ് ഈ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അവർക്കാണ് വെള്ളാർമല സ്കൂളിൽ പഠിച്ചിരുന്ന 546 കുട്ടികൾക്കുള്ള സൗകര്യമാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. 3 KSRTC ബസ്സുകൾ ചൂരൽമലയിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വരുന്നതിന് വേണ്ടി ഇവർക്ക് ഒരുക്കിയിരുന്നു. അതല്ലാതെ ഈ വാടക വീടുകൾ പല ഭാഗങ്ങളിലായാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും വരാനുള്ള ചില ടാക്സി സൗകര്യങ്ങൾ കൂടി ഇന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ മിടുക്കരും മിടുക്കികളുമായി ഈ കുട്ടികൾ മുഴുവൻ എത്തിയിരിക്കുന്നുണ്ട്. എന്തിനാ മോള് കരയണേ? ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ, കരയൊന്നും വേണ്ട. ഓക്കെ, കുറെ കലാപരിപാടിയൊക്കെ വരാനുണ്ട് അല്ലേ? എന്താ പേര്? ആദിത്ത്. വീട് നീലിക്കാപ്പ്. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഞാൻ 6ാം ക്ലാസ്സില്. എങ്ങനെയുണ്ട്? പുതിയ സ്കൂളൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി. നല്ല ചെറിയൊരു വിഷമമുണ്ട്. ഇപ്പൊ ഇവിടെ താഴത്ത് പോയി നോക്കിയോ? ക്ലാസ്സിലൊക്കെ പോയി നോക്കിയോ? ഇല്ല, നിക്കുന്നേ ഉള്ളൂ അല്ലേ? എവിടെയാ മക്കള് പഠിക്കുന്നുണ്ടോ? മോളുണ്ട്. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഇവിടെ എവിടെയാ വാടക വീട്ടിൽ എന്നാണോ വരുന്നത്? അവിടെ തന്നെയുള്ള നീലിക്കാപ്പ് ചുരമല ഭാഗത്ത് തന്നെയാണ്. അവിടുന്ന് KSRTC ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടോ? കണ്ടു. SKN ഈ കുട്ടികൾ പഠിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അതിജീവനത്തെ കുറിച്ചുള്ള തന്നെയാണ്. കാരണം അവരത്രത്തോളം വേദനകളിലൂടെ അത് താണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് അവർക്ക് ഏറ്റവും സന്തോഷത്തോടെ മേപ്പാടിയിൽ നിന്ന്